സ്പൈനൽ അനസ്തേഷ്യ, നമ്മൾ നടുവിൽ ചെയ്യുന്ന ഇഞ്ചക്ഷൻ, അത് ചെയ്ത് കഴിഞ്ഞാൽ നട്ടലിൽ വേദന വരും? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് വലിയൊരു ഒരു ഒരു അതിനകത്തെ ഒരു ഭാഗം തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം നമ്മൾ നടുവിന് ഇഞ്ചക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ നട്ടലിന് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നാണ് പൊതുജനങ്ങൾ നമ്മളോട് പറയുന്നത്. ഒരിക്കലും നട്ടലിനല്ല നമ്മളത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇൻട്രാതീക്കൽ സ്പേസ് എന്നാണ് അതിന് പറയുന്നത്. ആ ഇൻട്രാതീക്കൽ സ്പേസിനകത്ത് ഒരു CSF അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ഒരു ദ്രാവകം, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അത് ബ്രെയിനുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് വരുന്ന ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ ആ ഫ്ലൂയിഡിനകത്തോട്ട് നമ്മൾ ഒരു നീഡിൽ ചെറിയ വളരെ നാരോ ആയിട്ടുള്ള 25 അല്ലെങ്കിൽ 27 ഗേജ് എന്നൊക്കെയാണ് നമ്മൾ പറയുക, വളരെ നാരോ ആയിട്ടുള്ള ഒരു നീഡിൽ അവിടെ കിടത്തി അതിൽ കൂടെ ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ് ഒരു ഡോസ്, ഒരു കൃത്യമായിട്ട് അളക്കുന്ന ഒരു ഡോസിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും വയറിൻ്റെ ഭാഗം മുതൽ താഴോട്ട് തരിക്കാനുള്ള സാധ്യതയുണ്ട്. തരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, വേദനയൊന്നും ഉണ്ടാവില്ല. കുറച്ച് നേരത്തേക്കായിരിക്കും ഈ തരിപ്പ് ഉണ്ടാവുക, ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ. അതിനുശേഷം പതുക്കെ കാലുകൾ അനക്കാൻ പറ്റും, പിന്നെ തരിപ്പങ്ങ് വിട്ടുമാറുകയും ചെയ്യും. ഇതാണ് ഈ സ്പൈനൽ അനസ്തേഷ്യ. അപ്പൊ ഈ ഒറ്റ ഒരു ഇഞ്ചക്ഷൻ കാരണം ഒരിക്കലും ഒരു നീണ്ടു നിൽക്കുന്ന നടുവേദന ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ എന്താണ് ഈ നടുവേദന ആൾക്കാർ പറയാൻ കാരണം? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഏകദേശം 9 മാസത്തോളം വയറിന്റെ ആ വലിപ്പം വളരെ കൂടും അല്ലേ? കാരണം യൂട്രസിനകത്താണ്, നിങ്ങൾക്കറിയാം, ഗർഭപാത്രത്തിനകത്താണ് കുഞ്ഞുണ്ടാവുന്നത്. കുഞ്ഞ് മാത്രമല്ല, അതിനകത്ത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പം അത്യാവശ്യം ഈ യൂട്രസ് വലുതാവുന്നതനുസരിച്ച് വയറ് വലുതാകും. ആ ഭാരം താങ്ങുന്നത് നമ്മുടെ ബാക്ക് മസിൽസ് ആണ്, അഥവാ നമ്മുടെ നടുവിലുള്ള പേശികളാണ്. അപ്പൊ ഇത്രയും കാലം ഇപ്പോൾ ആ നടുവിന്റെ പേശികൾ ഇത് ക്യാരി ചെയ്ത് വരുമ്പോൾ തന്നെ നടുവിന്റെ പേശികൾക്കുണ്ടാകുന്ന ഒരു ക്ഷതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണമൊക്കെ നീണ്ടു നിൽക്കാവുന്ന നടുവേദനകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇപ്പൊ ഗർഭിണികളുടെ ഇടയിൽ തന്നെ നടുവിന് ഇഞ്ചക്ഷൻ എടുത്തവരും എടുക്കാത്തവരും തമ്മിൽ നോക്കിയാലും ഈ നടുവേദനയുടെ എണ്ണം ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു ഒറ്റ ഒരു ഇഞ്ചക്ഷൻ കാരണം ഒരിക്കലും ജീവിതകാലം മൊത്തം നീണ്ടു നിൽക്കുന്ന ഒരു നടുവേദന വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെ സ്പൈനൽ അനസ്തേഷ്യക്കകത്ത് ഇപ്പൊ ചോദിക്കുകയാണ്, ലിറ്ററേച്ചറിനകത്ത് നോക്കുകയാണെങ്കിൽ ചില സിംറ്റംസ് ഒക്കെ വളരെ റെയർ ആയിട്ട് 1 in 1 lakh അല്ലെങ്കിൽ 1 in more than 1 lakh ആയിട്ട് ഇൻസിഡൻസ് ഒക്കെ ചിലപ്പം ബാക്ക് പെയിൻ, കോഡ എക്വിന സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് ലോങ് സ്റ്റാൻഡിങ് ബാക്ക് പെയിൻസ് ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വളരെ റെയർ ആണ്. ഈ പറയുന്ന പോലെ സർവ്വസാധാരണമായിട്ട് ഒരിക്കലും നടുവേദന അങ്ങനെ കാണാറില്ല.